നമസ്കാരം, ഞാൻ മണികണ്ഠൻ, ഹൈഡ്രോ പവർ എഞ്ചിനീയേഴ്സ്. ഞാനിപ്പോൾ വന്നൊരു കൊല്ലത്തിലാണ്. കൊല്ലത്ത് വന്നിട്ട് ഒരു 7 വോൾട്ട്, ഒരു C2 കൊപ്ര കട്ടർ, ഒരു 5 വോൾട്ട്, ഒരു 610 ഫിൽറ്റർ. അപ്പോൾ നമ്മൾ ഇത് കമ്മീഷനിങ് വന്നിരിക്കണം. എല്ലാം റൺ ചെയ്ത് കഴിഞ്ഞു. പിണ്ണാക്കെല്ലാം എടുത്ത് എണ്ണ എടുത്ത് ഫിൽട്രേഷൻ ഓടിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ സാറാണ് ഇപ്പോൾ മെഷീൻ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സാറ് നമ്മുടെ ഈ പ്ലേസിൻ്റെ പേരും നമ്മൾ എന്തൊക്കെ പ്രോഡക്റ്റാണ് ഇത് ചെയ്യുന്നതെന്ന് നമ്മുടെ കമ്പനിയുടെ പേര് ദീപം മാനുഫാക്ചറിങ് ആൻഡ് ഇൻഡസ്ട്രിയൽ എന്നാണ്. ഇത് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ കടവൂർ, കൊല്ലം ജില്ലയിൽ കടവൂർ എന്ന് പറയും. കടവൂർ അമ്പലം തൊട്ടടുത്താണ്. അത് ബാക്ക് സൈഡിലാണ്, തൊട്ടടുത്താണ്. അപ്പം നമ്മൾ യൂട്യൂബിലാണ് ആദ്യമേ ഈ ഹൈഡ്രോ പവർ എഞ്ചിനീയേഴ്സിനെ പറ്റി അറിഞ്ഞത്. അങ്ങനെ പ്രൊഡക്ഷൻ്റെ നല്ല രീതിയിൽ പ്രൊഡക്ഷൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നല്ല രീതിയിൽ ബൾക്കായിട്ട് ചെയ്യണമെങ്കിൽ 7 വോൾട്ടിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. അതിനുവേണ്ടിയാണ് നമ്മൾ നിങ്ങളെ സമീപിച്ചത്. അപ്പോൾ നിങ്ങൾ സമയത്തിനനുസരിച്ച് അത് പ്രൊഡക്ഷൻ ചെയ്ത് നമുക്ക് വളരെ സന്തോഷകരമായ ഒരു റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത്. നല്ല റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ പ്രൊഡക്ടിവിറ്റി നമുക്ക് കിട്ടും എന്നുള്ളൊരു ട്രയൽ റൺ നടത്തി. നമ്മൾ ഇന്നലെ ട്രയൽ റൺ നടത്തി. ഇന്നിപ്പോൾ ഇന്നോഗ്രേഷൻ ആയിരുന്നു. അപ്പം എല്ലാവരും വന്ന് കണ്ടു. നമ്മുടെ റിലേറ്റീവ്സും നമ്മുടെ നാട്ടുകാരെല്ലാവരും വന്ന് കണ്ടു. എല്ലാവരും വളരെ ഹാപ്പിയാണ്. പക്ഷേ നല്ല പെർഫോമൻസ് ആണ്. അപ്പം നമുക്ക് ഈ 7-നകത്ത് നമ്മൾ ചെയ്തിട്ട് ഇതിൻ്റെ പിണ്ണാക്ക് പിന്നെ ഇതിനകത്തിട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഒരു E5 കൂടെ വാങ്ങിച്ചത്. അപ്പം നമുക്ക് ടൈം സേവിങ് ആണ്. ടൈം സേവിങ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഒരു 120 കിലോ കൊപ്ര ഒരു മണിക്കൂർ കൊണ്ട് നമുക്ക് കാട്ടാം. ഒരു 150 വരെ നമുക്ക് കാട്ടാം. അപ്പം അത് രണ്ടാമത് ഇട്ട് കാട്ടി അതിൻ്റെ ടൈം വേസ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ E5 ഇവിടെ വാങ്ങിച്ചത്. അപ്പം E5-ൽ ഇതിൻ്റെ പിണ്ണാക്ക് കാട്ടുമ്പോഴത്തേക്ക് 2 റിസൾട്ട് നമുക്ക് ഒറ്റ ടൈമിൽ കിട്ടും. പിന്നെ നമുക്ക് കാട്ടേണ്ട കാര്യമില്ല. പിന്നെ ഇതിൻ്റെ പ്രൊഡക്ടിവിറ്റിക്ക് അനുസരിച്ചുള്ള ഫിൽറ്റർ പ്ലസ് ആണ് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത്. ഇത് ജസ്റ്റ് നമ്മളിപ്പോൾ റൺ ചെയ്തിട്ടേ ഉള്ളൂ. ഇപ്പോഴത്തെ ആവശ്യത്തിനനുസരിച്ച് അതിൻ്റെ ഒരു 30% കപ്പാസിറ്റി നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്നുള്ളൂ. വൺസ് നമ്മുടെ കപ്പാസിറ്റി നമ്മുടെ എങ്ങെന്ന് പറഞ്ഞാൽ 1000 ലിറ്ററാണ് പെർ ഡേ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഭാവിയിലേക്കുള്ള കണക്ക് കൂട്ടിയാണ് നമ്മൾ അത്രയും വലിയ ഫിൽറ്റർ ഓർഡർ ചെയ്തിരിക്കുന്നത്. എന്തായാലും നിങ്ങൾ വന്നു. ഇന്നലെ മെനഞ്ഞാന്ന് തൊട്ടേ നിങ്ങളിവിടെ ഉണ്ട്. ഇതെല്ലാം റൺ ചെയ്ത് നമ്മളെ പഠിപ്പിച്ച് തരുന്നുണ്ട്. നമുക്ക് അത്യാവശ്യം ടെക്നിക്കൽ അഡ്വൈസ് എല്ലാം തരുന്നുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കോൺടാക്ട് ചെയ്യാൻ വീഡിയോ കോൺഫറൻസിൽ ചെയ്യാവുന്ന കേസേ ഉള്ളൂ. ഇപ്പോൾ ഞങ്ങൾ ഹൈഡ്രോ പവർ എഞ്ചിനീയേഴ്സ് ഞങ്ങളുടെ 4 ടീമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ടീമിൽ 4 പേരായിട്ട് വന്നിരിക്കുന്നത്. കമ്മീഷനിങ് മിനിങ്ങാന്ന് വന്നാണ്. ഇന്നലെ കംപ്ലീറ്റ് വർക്കും കാര്യങ്ങളും ഇലക്ട്രിക്കലും ഇതെല്ലാം കഴിഞ്ഞു. ഇന്നലെ ഓടിച്ചു. അപ്പോൾ ഇന്ന് ഇന്നോഗ്രേഷനായിട്ട് നമ്മുടെ ആളുകൾ വരുമ്പോൾ അവർക്കൊന്ന് ഓടിച്ച് കാണിക്കാൻ വേണ്ടി ഇന്ന് ഓടിച്ചിട്ട് എല്ലാം കംപ്ലീറ്റ് എണ്ണ എടുത്തു ഫിൽട്രേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ സാറ് വന്നിട്ട് ഈ കടവൂരിൽ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ, അതായത് നമ്മൾ ലൂസായിട്ട് നമ്മുടെ അടുത്തുള്ളവർക്കും കൊടുക്കുന്നുണ്ട്. മൊത്തം അതായത് ഒരു 500 ലിറ്ററോ അല്ലെ 1000 ലിറ്ററോ വേണമെങ്കിൽ അതും സാറ് ഇവിടുന്ന് സപ്ലൈ ചെയ്യുന്നുണ്ട്. സാറിൻ്റെ ബ്രാൻഡ് ഇതാണ്. ബ്രാൻഡ് അതെ, നമ്മുടെ പ്രീമിയം ബ്രാൻഡാണ് ജീവ എന്ന് പറയും. ഇത് വന്നിട്ട് നമുക്ക് മായമില്ല. ഇതുപോലെ നല്ല ക്ലിയർ ആയിട്ടുള്ള ശുദ്ധമായ എണ്ണ, പ്രീമിയം ബ്രാൻഡ്. അതിൽ നമ്മൾ 1 ലിറ്റർ ഉണ്ട്, 1/2 ലിറ്ററിൻ്റെ ഉണ്ട്. ഇത് ഒരുപാട് ക്വാണ്ടിറ്റി അധികം വേണമെങ്കിലും നമുക്ക് സാറ് വന്നിട്ട് ഇവിടെ സപ്ലൈ ചെയ്യും. പിന്നെ ഇതിൽ വന്നിട്ട് സ്പെഷ്യൽ എന്താന്ന് പറഞ്ഞാൽ ഇപ്പോൾ വരുന്ന എണ്ണകളൊക്കെ നോക്കിയാൽ പറഞ്ഞാൽ ഈ പാക്കറ്റിലൊക്കെ വരുന്നതിൽ മറ്റേ ഇതിൽ പറയുകയല്ല, ലൂസിൽ അത് കെമിക്കൽ ഉണ്ടോയെന്ന് ആരും പറയില്ല. ഇപ്പോൾ ഇത് വന്നിട്ട് ലൈവായിട്ടാണ്. അപ്പോൾ ഇവിടെ നമുക്ക് വാങ്ങിക്കുമ്പോൾ തന്നെ അരച്ച് അപ്പം തന്നെ ഫിൽട്ടർ ചെയ്തിട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതിൽ സൾഫറോ കാര്യങ്ങളോ ഒന്നുമില്ല. പ്യൂരിറ്റി ഉള്ള ഒരു എണ്ണയാണ് സാർ ഇവിടെ സപ്ലൈ ചെയ്യുന്നത്. അതെ, നമ്മൾ തേങ്ങ നമ്മൾ വരുത്തിച്ച് നമ്മുടെ ഡ്രയർ വെച്ച് തന്നെ സ്വന്തം ഡ്രയർ വെച്ച് ഉണക്കിയെടുത്താണ് നമ്മൾ ചെയ്യുന്നത്. മാക്സിമം നമ്മൾ മറ്റൊരു ആശ്രയിക്കാതെ, മറ്റൊരു മെറ്റീരിയൽസിന് വേറെ ആളെ ആശ്രയിക്കാതെ ചെയ്യാനാണ് നമ്മൾ മാക്സിമം ആ രീതിയിലാണ് നമ്മുടെ പ്ലാൻ ചെയ്യുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്നതും. അതുകൊണ്ട് മായം വരാനുള്ള വഴികളെല്ലാം നമ്മൾ അടയ്ക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ ഇതിൽ വന്നിട്ട് നിങ്ങൾ എവിടെ വേണമെങ്കിൽ ലാബിലും കൊടുക്കാം, ടെസ്റ്റ് ചെയ്യാം. കാരണം അത്രയും പ്യൂരിറ്റിയാണ് സാർ അത്രയും ഗ്യാരണ്ടി ആയിട്ട് പറയുന്നത്. അതായത് സാറിന് തേങ്ങ പർച്ചേസ് ചെയ്തിട്ട് ഇവിടെ ഡ്രയറിൽ ഉണക്കി കൊപ്രയിൽ അടിച്ച് ഇതിൽ അരച്ചപ്പോൾ തന്നെ സപ്ലൈ ചെയ്യുന്നതാണ്. സോ ക്വാളിറ്റി ബെറ്റർ ആയിരിക്കും. അതേപോലെ ഇപ്പം നമ്മൾ 7 വോൾട്ട്, ഇപ്പോൾ 7 വോൾട്ട് സാറ് ഫസ്റ്റ് അടിച്ച് ഇതിൽ ഒരടി കഴിഞ്ഞ ശേഷം സെക്കൻഡ് 5 വോൾട്ട് അടിച്ചിട്ട് ടൈം സേവ് ചെയ്യുന്ന ഒരു ഇതിലാണ് സാർ ഇപ്പോൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത്.
ഇപ്പം ഇനി ഒരു 1 വീക്കിനുള്ളിൽ കംപ്ലീറ്റ് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യും. ഒരു 1500 ലിറ്റേഴ്സാണ്. പിന്നെ നമ്മുടെ മെഷീൻ പെർഫോമൻസ് പറഞ്ഞാൽ മാക്സിമം നല്ല കൊപ്ര, കറക്റ്റായിട്ട് കൊപ്ര നല്ല കിട്ടുമെന്ന് ഒരേ സ്റ്റോപ്പിൽ അടിച്ചു വരും. അപ്പോൾ ഇപ്പോൾ വായിച്ചാൽ നമ്മൾ മഴ സീസൺ ആണെങ്കിൽ നമുക്ക് സെക്കൻഡ് അടിക്കാനാണ് സാറ് അത് ഇത് ചെയ്തിരിക്കുന്നത്. സാറ് നോർമലായിട്ട് ഒരു ബൾക്ക് ബിസിനസ്സിൻ്റെ ഒരു ഇതിലാണ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിരിക്കുന്നത്. സോ നമുക്കത് പ്രസൻറ്റിനനുസരിച്ച് മിഷനറീസും എല്ലാം കറക്റ്റായിട്ട് എല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ നമ്മുടെ സർവീസ്, ഞങ്ങളുടെ കമ്പനിയുടെ സർവീസ് സാറ് വന്ന് പറഞ്ഞപ്പോൾ നമ്മൾ 4 പേര് വന്ന് എല്ലാം കമ്മീഷൻ ചെയ്ത് എല്ലാം ഓരോരോ 1 by 1 ആയിട്ട് നമുക്ക് എല്ലാം ഓടിച്ചു കൊടുത്തിട്ടുണ്ട്. സോ നമ്മൾ സപ്പോർട്ടിങ്ങും സർവീസും ഇപ്പം നമ്മുടെ കമ്പനിയിൽ വിളിച്ചാൽ അപ്പം തന്നെ നമ്മൾ അറ്റൻഡ് ചെയ്ത് എന്താണ് ഒരു ഇത് സംടൈമിൽ നമുക്ക് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റിംഗ് മാനേജർ ഇല്ലെങ്കിൽ നമ്മുടെ മാനേജർ എടുത്ത് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യും. സോ സാർക്ക് ഇപ്പോൾ എല്ലാം ഹാപ്പിയാണ് സാർ. തീർച്ചയായിട്ടും ഞാൻ ഈ മില്ല് തുടങ്ങുന്ന പ്ലാൻ മനസ്സിൽ വന്നപ്പം നമ്മൾ ഒരുപാട് നാളുകൊണ്ട് ഓൺലൈൻ തൊട്ട് സെർച്ചിങ്ങും അടുത്തുള്ള മില്ലുകളിൽ പോയി സന്ദർശനവും കുറേ മില്ലുകൾ നമ്മൾ പോയി കണ്ടു. അപ്പോൾ അവിടേക്ക് ഇരിക്കുന്ന മിഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ എനിക്ക് ഇഷ്ടപ്പെടാത്ത, അതായത് കാസ്റ്റേൻ്റെ ഒരു മോഡലാണ്. അതൊന്ന് ഒരു ഫിനിഷിംഗ് ഇല്ലാത്ത, പണ്ടത്തെ പാട്ടൻ ടാങ്കിൻ്റെ മോഡലുള്ള രീതിയിലുള്ള ഫിനിഷിംഗ് ഇല്ലാത്ത രീതിയിൽ മെഷീനുകളാണ്. അപ്പം നിങ്ങളുടെ ഇതിനകത്ത് കണ്ടപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. 1-2 വട്ടം നിങ്ങളുടെ കമ്പനി വന്ന് ഞാൻ കണ്ടു, അവിടുത്തെ ഉണ്ടാക്കിയ മെഷീൻ്റെ പെർഫോമൻസ് അറിഞ്ഞു. മാത്രമല്ല നിങ്ങൾ സപ്ലൈ ചെയ്തിട്ടുള്ള നിങ്ങൾ പോലും അറിയാതെ ഞാൻ കുറേ ആളുകളെ പോയി കണ്ടു സംസാരിച്ചു. എല്ലാവർക്കും നല്ല റിസൾട്ടാണ് പറയുന്നത്. ആർക്കും ഒരു എതിരഭിപ്രായം പറഞ്ഞിട്ടില്ല. പിന്നെ ഇത്തിരി ദൂരമാണെങ്കിലും നിങ്ങളുടെ സർവീസ് നല്ല ബെറ്റർ ആണെന്ന് പറയുന്നുണ്ട്. പിന്നെ ഫിൽറ്റർ പ്ലസ് എന്ന് പറഞ്ഞാൽ ഫിൽറ്റർ ഹൈഡ്രോളിക് സിസ്റ്റമാണ്. ഞാൻ പോയി കണ്ടിട്ടുള്ള മിക്കയിടത്തും കാസ്റ്റൈൻ്റെ കൈ കൊണ്ട് കറക്കി വളരെ ബുദ്ധിമുട്ടിയാണ് ഒന്ന് സെറ്റ് ചെയ്യുന്നത് തന്നെ. അതുപോലെ തന്നെ അതിൻ്റെ പീസുകൾ തന്നെ കാസ്റ്റൈൻ പീസുകളാണ്. അത് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര പാടാണ്. അതെ, ഇത് വളരെ ഈസിയാണ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ വെയിറ്റ്ലെസ് ആണ്, സുന്ദരമായിട്ട് ലോങ് ലാസ്റ്റിംഗ് ആണ്, നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. ഇത്രയും കപ്പാസിറ്റിയുള്ള കാസ്റ്റൈൻ്റെ പീസുകൾ